السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട സത്യവിശ്വാസിനികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ തൗഫീഖുള്ളത് കൊണ്ട് അൽഹംദുലില്ലാ സൂറത്തു തൗബയിലെ 24-ാമത്തെ ആയത്ത് വരെ നമ്മൾക്ക് തഫ്സീലുകൾ വായിച്ച് തദബ്ബുർ ചെയ്യാൻ പറ്റി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് എല്ലാവരിൽ നിന്ന് ഖബൂലാക്കട്ടെ, തൃപ്തിപ്പെടുമാറാകട്ടെ. ആമീൻ. അല്ലാഹു പഠിക്കുന്ന കാര്യം ജീവിതത്തിൽ ആദ്യമായി ആത്മാർത്ഥമായിട്ട് പ്രാവർത്തികമാക്കിയിട്ട് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും അല്ലാഹു വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അല്ലാഹു ഖുർആൻ മുഴുവനും പഠിക്കാനും തഫ്സീറുകൾ പഠിക്കാനും തദബ്ബുർ ചെയ്യാനൊക്കെ അല്ലാഹു വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനായ റബ്ബേ. ആമീൻ. നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 8 കാര്യങ്ങളെ പറഞ്ഞു കാണിച്ചു തന്നു. നിങ്ങൾക്ക് ഇവരെ ആണോ കൂടുതൽ സ്നേഹം? അല്ല, അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും മാർഗത്തിലുള്ള പ്രയത്നത്തെ, ജിഹാദിന്, ഇതിനേതിലാണോ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം? അള്ളാഹു കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. എൻ്റെ തൊട്ടടുത്ത് അള്ളാഹു അടുത്ത ഒരു യുദ്ധത്തെ പറ്റിയാണ് നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഹുനൈൻ യുദ്ധം. ഈ ഹുനൈൻ യുദ്ധത്തിൻ്റെ നമ്മൾക്കറിയാം അതിൻ്റെ പശ്ചാത്തലം. അവിടെ അൽഹംദുലില്ലാ സഹാബാക്കൾ എണ്ണത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്നു സഹോദരന്മാർ. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണേ, ആ സഹാബാക്കൾക്ക് ചെറിയ അവര് നമുക്ക് തെറ്റെന്ന് പറയാൻ പാടുള്ളൂ, അള്ളാഹുവെ പുറത്തു തരണ റഹ്മാൻ റബ്ബെ. പക്ഷെ സഹാബാക്കളുടെ മനസ്സിലുള്ള ചെറിയൊരു തെറ്റായ ചിന്ത പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇടപെടുന്നുണ്ട്. എന്തായിരുന്നു? അവർക്ക് അവിടെ എണ്ണപ്പെരുപ്പത്തിൽ അവർ ആഹ്ലാദം കൊണ്ടു എന്ന് പറഞ്ഞു. ഇത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട വലിയ വിഷയ സഹോദരന്മാർ. ഈ ചരിത്രം അള്ളാഹു നമ്മൾക്ക് ഓരോരുത്തർക്കും പഠിപ്പിച്ചിരുന്ന ഖിയാമത്ത് നാൾ വരുന്ന ആൾക്കാർക്ക് എന്തിനാണ് ഖുർആൻ അള്ളാഹു സംരക്ഷിച്ചു വെച്ചത്? നിങ്ങൾ ഈ ചരിത്രത്തിലൂടെ എന്താണ് സംഭവിക്കുന്നത്? അപ്പൊ അതേ സംഭവം എനിക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് സംഭവിക്കും. അതായത് നമ്മൾ ഭൗതികമായ ഓരോ കാര്യങ്ങളിൽ തവക്കുൽ ചെയ്യുകയും ഭൗതികതയുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഉറപ്പാണ് ഇഹലോകം നഷ്ടപ്പെടും, പരലോകം എന്തായാലും നഷ്ടപ്പെടും. ഉറപ്പ സഹോദരന്മാരെ. ഇനി അതേ അവസ്ഥയിൽ നമ്മൾ അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കുകയും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ജീവിക്കുകയും ചെയ്താൽ ഇഹലോകം നേടും, പരലോകം ഉറപ്പായിട്ട് കിട്ടും. അതാണ് നമ്മുടെ വിശ്വാസിയുടെ പ്രാർത്ഥന. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സഹാബാക്കൾക്ക് ചെറിയൊരു തെറ്റായ ചിന്ത വന്നപ്പോൾ അള്ളാഹു അപ്പം തന്നെ റെഡിയാക്കുന്നുണ്ട്, ശിക്ഷിച്ച് റെഡിയാക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിട്ടോ. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഉറപ്പ് അത് അപ്പോൾ തന്നെ പിടികൂട്ടിയിട്ട് നന്നാക്കി ചെയ്യും. ശരി. എന്നിട്ട് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിങ്ങളെ മുമ്പ് ഒരുപാട് അള്ളാഹു സഹായിച്ചിട്ടുണ്ടല്ലോ. ബദറിലൊക്കെ സഹായിച്ചിട്ടുണ്ട്. ബദറിൽ നിങ്ങൾക്ക് ഒരുപാട് വിജയം കിട്ടി. അവസാനം ഒരു റസൂൽ ഒരു കൽപ്പന ലംഘിച്ചു, അപ്പം തന്നെ ശിക്ഷ കിട്ടി. ഹുനൈന് ആദ്യം നമ്മൾ അവനവന്റെ എണ്ണപ്പെരുപ്പിൽ വല്ലാതെ ആഹ്ലാദിച്ചപ്പോൾ അവിടെ ശിക്ഷ കിട്ടി. പക്ഷെ ഉടനെ അള്ളാഹുവിന്റെ പിന്നെ അവർ തെറ്റായ ചിന്ത മാറ്റിയപ്പോൾ അവർക്ക് സഹായം കിട്ടുന്നുണ്ട്. ശരി. അപ്പൊ അള്ളാഹ് സഹായിക്കും. അപ്പൊ അള്ളാഹ് ഓർമ്മിച്ചിട്ടുണ്ട്, ബദർ, ഉഹദ്, ഇവിടൊക്കെ രക്ഷപ്പെടുത്തിയത് അള്ളാഹു ആണല്ലോ. അതേ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ ഇപ്പോഴും നമ്മളെ രക്ഷപ്പെടുത്തുള്ളൂ. നമ്മൾ എണ്ണം കൂടുതലുണ്ട് വെച്ച് നമ്മൾ വെറുതെ ആത്മനിർവൃതിയിൽ ഉൾക്കൊണ്ട് ജീവിക്കരുത് സഹോദരന്മാരെ. നേരെ മറിച്ച് ചിന്തിച്ചോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അവസ്ഥയിലും പോലും ആ മനസ്സിന്റെ ഒരു അള്ളാഹുലേക്കുള്ള ഫോക്കസ് അവിടെ ഒന്നും തകരാൻ സംഭവിച്ചില്ല. അവിടെ ബദറിൽ 313 ഉള്ളപ്പോൾ എന്താണോ മനോവികാരം, അതേ വികാരം തന്നെ എത്രയോ ആയിരങ്ങൾ ഉള്ളപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായത്. അതെല്ലാം എപ്പോഴും അള്ളാഹുലാണ് ഫോക്കസ്ഡ്. അള്ളാഹുവാണ് വിജയം നൽകുന്നത്, അല്ലാണ്ട് നമ്മുടെ ആൾബലമല്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ബോധമുണ്ട് സഹോദരന്മാരെ. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, നമ്മൾക്കും ഇതേപോലെ സംഭവിച്ചു പോകുന്നുണ്ടോ? നമ്മളെ കർമ്മത്തിന്റെ ആധിക്യത്തിൽ നമ്മൾക്ക് അന്ധമായിട്ട് നമ്മൾ വീണു പോകുന്നുണ്ടോ? അതല്ല നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ സമ്പത്തും ആരോഗ്യം, പേരും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും മക്കളിലൂടെ നമ്മളെ തവക്കുൽ വീണുകൊണ്ട് നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചോ? അങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കുക? ഭൂമി വിശാലമാവുകയും ചെയ്തിട്ട് പോലും ഇടുങ്ങിയതായിട്ട് തോന്നും സഹോദരന്മാരെ. കുഡ്സായിട്ട് തോന്നും. നല്ലോണം ചിന്തിച്ചോ. അല്ലാഹു പറയാണ്, ശരി, ആദ്യം തെറ്റ് ചെയ്തു പോയി സംഭവിച്ചു. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾ അവന്റെ പക്കൽ നിന്നുള്ള സമാധാനം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികൾ അവന്റെ പക്കൽ സമാധാനം ഇറക്കി കൊടുത്തു. നിങ്ങൾ കാണാത്ത ചില സൈന്യങ്ങളോട് ഇറക്കുകയും സത്യനിഷേധികൾ അവൻ ശിക്ഷിക്കുകയും ചെയ്തു. അതത്ര സത്യനിഷേധിക്കുള്ള പ്രതിഫലം.
അപ്പോൾ തീർച്ചയായിട്ടും സത്യവിശ്വാസികൾ ചെറിയ ചെറിയ പാളിച്ചലും അബദ്ധങ്ങളൊക്കെ വന്നു പക്ഷെ ആത്യന്തികമായ വിജയം സത്യവിശ്വാസികൾക്ക് മാത്രം. അപ്പം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുത്തിത്തിരിപ്പ് ഫസാദുകൾ ഒരുപാട് അക്രമങ്ങൾ ആര് ചെയ്യുന്നു അവരല്ല ഉറപ്പായിട്ട് അവസാനമായി ശിക്ഷിക്കും. ഇവിടെ വേറൊരു തത്വം കൂടി പഠിക്കുന്നത്, ഇന്നത്തെ അവസ്ഥയിൽ ഇപ്പം ഞാനും നിങ്ങളും ഇങ്ങനെ തന്നെ സഹോദരന്മാർ ചിന്തിച്ചാൽ മതി. എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു തവക്കുൽ ചെയ്ത് ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ അള്ളാഹുവിൻ്റെ സഹായം കിട്ടിക്കൊണ്ടേയിരിക്കും. ഞാനും നിങ്ങളും എവിടൊക്കെ ഫിത്നയാക്കുന്നോ, അത് ജോലി സ്ഥലത്താവട്ടെ, കുടുംബത്തിലാവട്ടെ, മഹലിലാവട്ടെ, സംഘടന ആവട്ടെ, ഉറപ്പാണ് എനിക്ക് എത്ര വലിയ താടി ഉണ്ടായാലും പോലെ അള്ളാഹു ശിക്ഷിക്കും. അത് അള്ളാഹുവിൻ്റെ നടപടിക്രമം. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം സഹോദരന്മാരെ. ശരി, നമ്മളാണ് മനുഷ്യനാണ്, മലക്കുകളല്ല. അബദ്ധങ്ങൾ വന്നു പോകും. അബദ്ധങ്ങൾ കേട്ടോ, കരുതിക്കൂട്ടി ചെയ്യുന്നത് അബദ്ധങ്ങൾ വ്യത്യാസമുണ്ട്. ഇപ്പൊ നേരത്തെ ഹുനൈനിൽ സംഭവിച്ചത് നമുക്ക് ചിലപ്പോൾ അറിയാതെ മനോവികാരങ്ങളൊക്കെ തെറ്റിപ്പോവും. പക്ഷെ കുഴപ്പമില്ല. അതല്ല, അതിനുശേഷം താൻ ഉദ്ദേശിക്കുന്നവരുടെ പശ്ചാത്തലം അള്ളാഹു സ്വീകരിക്കുന്നതാണ്. അള്ളാഹു ഏറെ പൊറുക്കുന്നവരും കരുണാനിധിയാണ്. അപ്പൊ വിശ്വാസികൾക്ക് അബദ്ധങ്ങൾ നമ്മൾ കണ്ടുപോകും, കേട്ടുപോകും, സംസാരിച്ചു പോകും, ചിന്തിച്ചു പോകും, അബദ്ധത്തിൽ തീരുമാനം എടുത്തു. പക്ഷെ കുഴപ്പമില്ല, നിങ്ങളൊന്നും വിഷമിക്കില്ല. അസ്തഗ്ഫിറുല്ലാഹ്. നേരെ മറിച്ചായി തെറ്റിൽ തന്നെ ശടിച്ചു നിൽക്കരുത് സഹോദരന്മാർ. ഇന്നത്തെ അവസ്ഥ എന്താ, നമ്മൾ എത്ര കൊറോണ വന്നു കഴിഞ്ഞാൽ പോലും നമ്മൾ പിന്നെയും ധൂർത്തൻ കല്യാണം നടത്തും. എന്തൊക്കെ രോഗം വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെയും അടിച്ചു പൊളിക്കും, ഹിജാബ് ധരിക്കൂല, പലിശ തിന്നും, നിസ്കരിക്കൂല. ഇതിനെന്താ പറയുക സഹോദരന്മാരെ? പിന്നെ എങ്ങനെയാണ് മുസ്ലിം സമൂഹത്തിന് നമ്മൾക്ക് സഹായം കിട്ടുക? നമ്മൾ നാളത്തെ നമ്മളെ പറ്റി ചിന്തിക്കുക. ഇനി അടുത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല 28-ാമത്തെ ആയത്തില് മസ്ജിദുൽ ഹറമിനെ കൈകാര്യകർത്താക്കൾ ആരാകണം എന്നാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇവിടെ അല്ലാഹു സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, ബഹുദൈവ വിശ്വാസികൾ അശുദ്ധർ തന്നെയാകുന്നു. ഇവിടെ നമ്മൾ അശുദ്ധർ എന്ന് പറയുമ്പോൾ പലപ്പോഴും ദുർവ്യാഖ്യാനിക്കേണ്ട സഹോദരന്മാരെ, നജസ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു പള്ളി അത് പരിപാലിക്കേണ്ട, നമ്മൾക്കറിയാം കഅബ എന്നുള്ളത് ശുദ്ധം, എല്ലാവരും ശുദ്ധ, അവനവന്റെ നഫ്സിനെ സംസ്കരിക്കാൻ ശുദ്ധീകരിക്കാൻ വേണ്ടി പോകുന്ന സ്ഥലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ക്ഷണിക്കുന്ന ഗസ്റ്റ്, അവരെ മാത്രം ഹാജിമാരെ എത്തിപ്പെടുന്ന സ്ഥലമാണ് കഅബാലയം. അപ്പം അവിടെ യഥാർത്ഥത്തിൽ ആത്മീയമായ അശുദ്ധിയുള്ളവർ ആർക്കും തന്നെ അവിടെ പ്രവേശനമില്ല. അത്രയുള്ള സഹോദരന്മാരെ. അല്ലാണ്ട് അവര് സത്യനിഷേധികൾ, അവർ ശാരീരികമായിട്ട് അശുദ്ധരാണ്, അങ്ങനെയൊന്നും അതിൻ്റെ അർത്ഥമില്ല. എന്നുണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലം മുഴുവൻ മദീനത്തൊക്കെ ജീവിച്ചവരാണ്. അയൽവാസിയായ ഒരു ജൂതനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റക്ക് വഴി കാണിച്ചു തരുന്ന ഒരു അവിശ്വാസിയായിരുന്നു. എല്ലായിടത്തും അവിശ്വാസികളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപാടുണ്ട്, സാമ്പത്തിക ഇടപാടുണ്ട്, കടം കൊടുത്തിട്ടുണ്ട്, ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടുണ്ട്, എല്ലാം ഉണ്ട്. മസ്ജിദ് നബവിയിൽ പോലും ഒരു അവിശ്വാസികൾ വന്നിട്ട് അവർ ആരാധന പോലും ചെയ്തിട്ടുണ്ടല്ലോ സഹോദരന്മാരെ. അപ്പം ഇവിടെ എന്താ വിശ്വസിച്ചാലും മക്ക കഅബ എന്നുള്ളത് പരിപാലിക്കാൻ അതിന് ഇനി അവിശ്വാസികൾക്ക് അനുമതിയില്ല. എന്താ, ആത്മീയമായിട്ട് അവർ അശുദ്ധരാണ് സഹോദരന്മാര്. എന്തുകൊണ്ട്? അവരുടെ ഹൃദയത്തിനുള്ള അള്ളാഹുവിന് കൂടെ തന്നെ സമന്മാരായിട്ട് പല 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 വിഗ്രഹങ്ങളുണ്ട്. ഇനി നമ്മൾ ഒരു കാര്യം ഇവിടെ ചിന്തിക്കേണ്ടത്, നമ്മളും ഇതേപോലെ അശുദ്ധരാണോ സഹോദരന്മാര്? നമ്മളൊരു മുസ്ലിം പേര് മാത്രം ഒതുങ്ങിപ്പോകണ്ടോ? നമ്മൾക്കും നമ്മുടെ വീട്ടിലെ തൊട്ടടുത്ത പള്ളി കൈകാര്യകർത്താവ് ചെയ്യാൻ നമ്മൾക്ക് അതിനുള്ള നമ്മൾ യോഗ്യരാണോ നമ്മൾ ചിന്തിക്കണം. നമ്മൾ തൗഹീദ് ഉൾക്കൊണ്ട് അള്ളാഹനെ മാത്രം ഭയപ്പെടുകയും സ്നേഹിക്കുകയും അള്ളാഹു തവക്കുൽ ചെയ്യുകയും എല്ലാ ഹറാം നിന്ന് വിട്ടു നിൽക്കുകയും 5 നേരം നമസ്കരിക്കുന്നവരാണോ? അങ്ങനെ നമ്മൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള അധികാരം തരും. നിങ്ങളുടെ പള്ളി നോക്കി നടന്നു, നല്ല ഭംഗിയായിട്ട് നോക്കി നടന്നു, ഇത് നിങ്ങളുടെ നേരല്ല, അള്ളാഹുവിന്റെ പള്ളിയാണ്. ശരി, അങ്ങനെ ശുദ്ധിയുള്ളവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല കഅബയിലേക്കും ക്ഷണിക്കുള്ളൂ. ഇവിടെയും പഠിച്ചോളൂ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ തൊട്ടടുത്ത് പറഞ്ഞു നോക്ക്, സാമ്പത്തികമായ ഇടപാടുകൾ. എന്താ, നിങ്ങൾ ദാരിദ്ര്യം നേടുന്നതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടരുത്. തീർച്ചയായിട്ടും നമ്മൾക്കറിയാം, ഈ കാലഘട്ടത്തിലെ ഹറമ് നോക്കി നടക്കുന്ന ആൾക്കാരോട് നിങ്ങൾ തെറ്റിപ്പിരിയുമ്പോൾ നിങ്ങളുടെ കുറെ നിങ്ങൾ സാമ്പത്തികമായ നഷ്ടം നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ബിസിനസ്സായിട്ട് അവർ സഹകരിക്കുകയും ചെയ്യില്ല. പക്ഷെ നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും വല്ലാണ്ട് പേടിക്കണ്ട. അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ തുറന്നിട്ടാൽ സഹോദരന്മാർ അള്ളാഹു ഐശ്വര്യം വർദ്ധിപ്പിച്ചു തരുന്നതാണ്. ഇത് ഇന്നും നമ്മൾ പഠിക്കണം സഹോദരന്മാരെ. ഇന്നും ഇതേപോലെ തന്നെ ഇന്ന് പലപ്പോഴും പലരും, പല പണ്ഡിതനും പല സംഘടനയും എന്താണ്, ദീനെ അങ്ങ് കോംപ്രമൈസ് ചെയ്യും. എന്തിന്? വെറും സാമ്പത്തിക ലാഭം മാത്രം സഹോദരന്മാരെ. നിസ്കരിക്കാത്ത വ്യക്തികളും പിടിച്ചങ്ങ് സ്റ്റേജിൽ കയറ്റിയിരുത്തുന്ന എന്താ, അയാളിൽ നിന്ന് സമ്പത്ത് കിട്ടും. അയാളെ സുഖിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് സാമ്പത്തിക ലാഭം കിട്ടൂല. പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ആക്കുന്ന നോക്ക്, സമ്പന്നര, ഒരു നേരം കൂടി നിസ്കരിക്കാത്ത സമ്പന്നര. എന്തിനാ? അയാളിൽ നിന്നേ കാശ് കിട്ടുള്ളൂ, അയാളിൽ നിന്ന് ഇലക്ട്രിസിറ്റി ചാർജ് കൊടുക്കാൻ പറ്റുള്ളൂ, പള്ളീന്റെ പരിപാലന താഴത്തേക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് അയാളെ സുഖിപ്പിക്കും.
ഇത് അന്നും ഇന്നും ഇങ്ങനെ തന്നെ സഹോദരന്മാരെ, വലിയ അപകടം. അതുകൊണ്ട് നിങ്ങൾ നോക്കുക, മാനസിക ഐശ്വര്യം അള്ളാഹിനെ ഭയപ്പെടുന്നവരെ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല കഅബയിലേക്ക് ഇടക്കിടക്ക് വിളിക്കുള്ളൂ. നോക്കിക്കോ, അല്ലാണ്ട് വലിയ സമ്പത്തുള്ളതുകൊണ്ട് വെച്ച് നമ്മൾ ഇടക്കിടക്ക് അവിടെ കഅബയിലേക്ക് എത്തിപ്പെടുന്നില്ല. അള്ളാഹു ആണ് സഹോദരന്മാരെ അറിയുന്നവനും യുക്തിമാനും എന്നാ പറഞ്ഞത്. അള്ളാഹു ഹക്കീമാണ്. ദയവ് ചെയ്ത് നമ്മൾ സമ്പത്തിന് വേണ്ടി ദീൻ അങ്ങ് വിൽക്കല്ലേ സഹോദരന്മാരെ. സമ്പത്തിന്റെ മുന്നിൽ സുജൂദ് ചെയ്ത്, ഇതെന്താ ഏറ്റവും വലിയ വിഗ്രഹം? സമ്പത്താണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ഇനി അടുത്തത് അള്ളാഹു സുബ്ഹാനഹു വ തആല 29 വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ, അതായത് ജൂത ക്രിസ്ത്യാനികളാണല്ലോ വേദം നൽകപ്പെട്ടവർ, അവർ തന്നെ ആരോടൊക്കെ യുദ്ധം ചെയ്യണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണാധികാരികൾക്ക് അന്ന് കൽപ്പന കൊടുക്കുന്നത്. അത് അള്ളാഹുവിൽ അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹുവും അവന്റെ ദൂതനെ നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക. ഒന്ന് ചിന്തിക്കണേ. അതായത് ഇസ്ലാം മതം ധിക്കരിക്കുകയും അതിനെ പുച്ഛിക്കുകയും അതിനു വേണ്ടി ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കുന്നവരെ അന്ത്യദിനത്തിൽ അന്ത്യദിനത്തിൽ വിശ്വസിക്കാതിരിക്കുകയും അവരോട് യുദ്ധം ചെയ്യുക സഹോദരന്മാരെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അഹ്ലുൽ കിതാബ് എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങൾ ചിന്തിക്കേണ്ടത് നമ്മുടെ അവസ്ഥയും ഇതേപോലെയാണ്. ഒരുപാട് മുസ്ലിം നാമധാരികൾ, അവർക്ക് അള്ളാഹുവിലും ഇങ്ങനെ വെറുതെ പേരിലായി മുസ്ലിമിന്റെ ഒരു കുറെ ഗുണങ്ങൾ അവിടെ ഇവിടെ OBC കിട്ടുക, അല്ല മറ്റോ ആനുകൂല്യങ്ങൾ കിട്ടുക, ഹജ്ജിന് സബ്സിഡി കിട്ടുക, ഇതിനു വേണ്ടി മാത്രം മുസ്ലിം നാമം ഉദ്ധരിച്ചു പോയി. എന്നാൽ അതേ നേരെ മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ നിഷിദ്ധമാക്കിയത് അത് പ്രശ്നമൊന്നുമില്ല, പലിശ തിന്നുകയും ചെയ്യും. ഇസ്ലാം സത്യമതത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടോ? അതില്ല. സത്യമതത്തിൽ ചെയ്യുന്ന ആൾക്കാരെ ദഅവത്ത് ചെയ്യുന്നവരെ ദ്രോഹിക്കുന്ന ഒരുപാട് മുസ്ലിം നാമധാരികളുണ്ട് സഹോദരന്മാരെ. അവരോടൊപ്പം യുദ്ധമൊന്നും ചെയ്യാൻ ആരും പോകുന്നില്ല. പക്ഷെ അള്ളാഹു യുദ്ധം ചെയ്തോളൂ. അതല്ല പറഞ്ഞേ, എന്റെ വലിയ എതിരെ നിങ്ങൾ പ്രവർത്തിച്ച ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതാ. എന്റെ ഇവിടെ ജൂത ക്രിസ്ത്യൻ അല്ല പറഞ്ഞതാ. അവർ കീഴടങ്ങിക്കൊണ്ട് കയ്യോടെ കപ്പം കൊടുക്കുന്നത് വരെ, അതായത് അവർക്കൊന്നെങ്കിൽ മസ്ജിദുൽ നബവിയിൽ സമാധാനത്തിൽ ജീവിക്കണം, ജിസിയ കൊടുക്കണം. ജിസിയ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, ഇപ്പൊ നമ്മളൊക്കെ ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ട്. സർക്കാരിന്റെ കീഴിൽ ജീവിക്കുമ്പോൾ നമ്മൾ റോഡ്, ഇലക്ട്രിസിറ്റി, വാട്ടർ എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് സ്വാഭാവികമായിട്ട് രാജ്യത്തിന് കൊടുക്കണം. നമ്മൾ സുരക്ഷിതരാണ്. നമ്മൾ ബൗണ്ടറീസ് ചുറ്റും സർക്കാരിന്റെ പട്ടാളങ്ങൾ നോക്കി നടക്കുന്നുണ്ട്. നമ്മൾ ആക്രമിക്കപ്പെടുന്നില്ല. അപ്പൊ ഇതിനൊക്കെ നമ്മൾ സുരക്ഷിതരായിട്ട് ഇരിക്കുന്നതുകൊണ്ട് നമ്മളൊരു ഇൻകം ടാക്സ് കൊടുക്കണം. ഇത് വലിയ തത്വ സഹോദരന്മാര്. അപ്പൊ അന്നത്തെ ജൂത ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ തീർച്ചയായിട്ടും സക്കാത്ത് കൊടുക്കാൻ അർഹരാണ്. എന്നാൽ ജൂത ക്രിസ്ത്യാനികൾക്ക് സക്കാത്തും കൂടി ഇല്ല. അപ്പം ജൂത ക്രിസ്ത്യാനികൾ ജിസിയ കൊടുക്കണം, സർക്കാരിന് അല്ലെങ്കിൽ ഭരണാധികാരികൾക്ക് കൊടുക്കണം. അപ്പൊ അവരെ സംരക്ഷിതരാണ്. അവർ പൂർണ്ണ അർത്ഥത്തിൽ അവരെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ സുരക്ഷിതരാണ്, സംരക്ഷിതരാണ്. ഇനി അവര് യുദ്ധത്തിന് വിളിച്ചാൽ പോകേണ്ട ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്. വലിയ ആലോചിച്ച സഹോദരന്മാര്, അവർ യുദ്ധത്തിന് പങ്കെടുക്കുന്ന നിർബന്ധമില്ല. എന്നാൽ വിശ്വാസികൾക്ക് നിർബന്ധമാണ് ജിഹാദ് എന്ന്. അപ്പൊ അവര് മദീനയിൽ സുഖമായിട്ട് ഭക്ഷണം കഴിച്ച് അവർ ആരാധനാ കർമ്മം ചെയ്ത് സുഖമായിട്ട് ജീവിക്കുക. അവർക്ക് പെൻഷൻ പോലും കൊടുക്കുന്നുണ്ട്. അപ്പം അത്രമാത്രം അള്ളാഹു എത്രമാത്രം മനോഹരമായൊരു മതമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് ജിസിയ കൊടുക്കണം. ഇനി ജിസിയം കൊടുക്കാൻ തയ്യാറില്ല, എന്നിട്ട് അവർ സുരക്ഷിതമായിട്ട് ജീവിക്കുന്നത് അവരോടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ യുദ്ധം, നിങ്ങൾ അവരോട് യുദ്ധം ചെയ്തിട്ട് ജിസിയ വാങ്ങുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞത്. എന്നിട്ട് അടുത്ത ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ട് വിഭാഗം ജൂത ക്രിസ്ത്യാനി വിഭാഗങ്ങൾ തെറ്റുപറ്റി എന്താണ്, ഉസൈർ എന്നുള്ളത് അള്ളാഹുവിന്റെ പുത്രനാണെന്നും മസീഹ എന്നത് അള്ളാഹുവിന്റെ പുത്രനാണെന്ന് ക്രിസ്ത്യാനികൾ പറയുന്നു. അതവരുടെ വായ കൊണ്ട് പറയുന്ന വാക്ക് മാത്രമാണ്. അള്ളാഹുവിന് ഏറ്റവും കോപം, അള്ളാഹു ശപിച്ചിരിക്കുക സഹോദരന്മാര്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ ഫാദർ അല്ലെങ്കിൽ പോപ്പ് അവരെ മകനെ എവിടെ ചോദിച്ചു നോക്ക് നിങ്ങൾ, അവർക്ക് ദേഷ്യം പിടിക്കും. നമ്മൾ കല്യാണം കഴിക്കാതെ പവിത്രമായിട്ട് നമ്മൾ ജീവിക്കുന്നതാണ്, നമ്മുടെ പവിത്രതയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്, കളിയാക്കുന്നത് ചോദിക്കും. അതേ അവസരത്തിൽ ആകാശഭൂമികൾ മുഴുവനും സൃഷ്ടിച്ച ഏകനായ പടച്ചിറപ്പ് അള്ളാഹിന് പുത്രൻ എന്ന ആവശ്യമില്ല സഹോദരന്മാരെ. ഈ ആകാശം, ഭൂമിയും പ്രപഞ്ചം മുഴുവനും അള്ളാഹുവിന്റെയാ. പിന്നെ ഇതിന് അള്ളാഹുവിന് ഒരു പുത്രനും ഒരു ഭാര്യയൊക്കെ. അതുകൊണ്ട് അള്ളാഹു ശപിച്ചിരിക്കുന്നെന്ന് പറഞ്ഞത്. എനിക്ക് ചോദിക്കുന്നത്, എങ്ങനെയാണ് അവർ തെറ്റിക്കപ്പെടുന്നത്? എന്താ മുമ്പ് ചെയ്തു പറഞ്ഞു പോയ കാര്യം അത് അപ്പടി അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറെ വിഷയമുണ്ട്. മുസ്ലിങ്ങളും ഇതേപോലെ ആകുന്നുണ്ടോ സഹോദരന്മാരെ? അവർക്ക് കൃത്യമായിട്ട് ഖുർആൻ എത്തിച്ചു പോലും മുമ്പ് പറഞ്ഞ ആൾക്കാർക്ക് ആകെ കാരണം അവരെന്താണോ പറഞ്ഞത് അതേപോലെ തന്നെ ശിർക്കൻ ആചാരങ്ങളും ബിദഅത്തിലേക്കുള്ള പെട്ടുപോകുന്നുണ്ട്. നല്ലോണം ശ്രദ്ധിച്ചോ. വലിയ അപകടമാണ് സഹോദരന്മാരെ. ഇതിനൊക്കെ കാരണക്കാരനാരറിയോ? മത പണ്ഡിത പുരോഹിതന്മാര് സഹോദരന്മാരെ. അവർക്ക് കൃത്യമായിട്ട് ഇഞ്ചിയിൽ കൈവശമുള്ളവർ അല്ലെങ്കിൽ തൗറാത്തുള്ളവർ, ഈ മത പുരോഹിതന്മാർക്ക് കൃത്യമായിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകനെ അറിയുന്ന പോലെ അറിയാം ഖുർആൻ മറ്റടുത്ത് പറഞ്ഞു.
പക്ഷെ എന്നിട്ട് പോലും സാമ്പത്തിക മോഹം, അവരുടെ പേരും പ്രശസ്തി, സ്ഥാനമാനങ്ങൾ, പദവികൾ നഷ്ടപ്പെട്ടു പോവല്ലോ. എന്നിട്ട് അവരെ ജനങ്ങളെ വഴി പിടിപ്പിക്കുക സഹോദരന്മാരെ. അള്ളാഹുവിന് പുറമെ വേറെ മസീഹനെ രക്ഷാധികാരിയായിട്ട് ഏറ്റെടുക്കുക. അതെന്ത് പറഞ്ഞ ഏക ആരാധനയെ ആരാധിക്കാൻ മാത്രമായിരുന്നു അവർ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ ഇലാഹൻ വാഹിദ് ലാ ഇലാഹ ഇല്ലാ ഹുവ സുബ്ഹാനഹു അമ്മാ യുശ്രികൂൻ. നിങ്ങൾ നോക്കിക്കോ, എവിടൊക്കെ അള്ളാഹു ഷിർക്കിനെ പറ്റി പറയുന്നു, അള്ളാഹുവിന് പുത്രൻ ഉണ്ടെന്ന് പറഞ്ഞ അവിടത്തേക്ക് ഉടനെ അള്ളാഹു സുബ്ഹാനഹു എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന് തസ്ബീഹ്. അള്ളാഹു ഇതിനൊക്കെ എത്രയോ മഹത്വമാണ്, ഇതിനൊക്കെ അതീതമാണ്. പുത്രൻ ഉണ്ടാവുക, ഭാര്യ ഉണ്ടാവുക. അള്ളാഹിനെ നമ്മളെ മനുഷ്യന്റെ രൂപത്തിൽ മനുഷ്യനെ പോലെ കൊച്ചാക്കല്ലേ സഹോദരന്മാർ ഇവര് ചെയ്യുന്നത്? എന്തിനു വേണ്ടി? തുച്ഛമായ ഭൗതികമായ 10-60-70 വർഷം ജീവിക്കാൻ ആലോചിച്ചോക്ക്. അതിനു വേണ്ടി സമ്പത്ത് ഉണ്ടാക്കാൻ അവർ പങ്കു ചേർക്കുന്നതിന് അവൻ എത്രയോ പരിശുദ്ധൻ. സഹോദരന്മാരെ നല്ലോണം ചിന്തിക്കണം. ആരാണ് വഷളാക്കുന്ന മനുഷ്യ സമൂഹത്തിന്? മതപുരോഹിതന്മാർ. നിങ്ങൾ ചിന്തിച്ചോക്ക്, നിങ്ങൾ ചുറ്റുപാടുമുള്ള ഏതെങ്കിലും ജൂതന്മാരെ ചിലപ്പോൾ കണ്ടെന്ന് വരില്ല നമ്മുടെ നാട്ടിലെ ക്രിസ്തീയ സമൂഹത്തോട് അവരോട് ചോദിച്ചോക്ക്, അവരെത്ര പേര് ആത്മാർത്ഥമായിട്ട് ബൈബിൾ പഠിക്കാൻ ശ്രമിച്ചു? എത്ര പേര് ആത്മാർത്ഥമായിട്ട് ഭഗവത്ഗീത പഠിക്കാൻ ശ്രമിച്ചു? ഞാൻ ഭഗവത്ഗീതയും ബൈബിളും എല്ലാം വായിച്ചുകൊണ്ട് തന്നെ പറയാം സഹോദരന്മാരെ, ആരും തന്നെ അവനവന്റെ വേദഗ്രന്ഥം പഠിക്കാൻ ആർക്കും താല്പര്യം. മുസ്ലിം സമൂഹത്തിൽ ഇതേ വിഷയം തന്നെ. ഇന്ന് മുസ്ലിം സമൂഹത്തിന് ഖുർആന് പോക്കറ്റിൽ, ഫോണിന്റെ പോക്കറ്റിൽ ഉണ്ടെന്ന് പറഞ്ഞ് നടക്കല്ലാതെ അത് വായിക്കുന്നില്ലല്ലോ. എൻ്റെ ഏതോ സംഘടന്റെ അങ്ങോട്ടേക്ക് ആർക്ക്? ഈ മതപണ്ഡിതൻ പുരോഹിതന്മാർക്ക്. അള്ളാഹു സുബ്ഹാനഹു അടുത്ത ആയത്തിലൂടെ പറയാണ്, ജൂത ക്രിസ്ത്യാനികൾ അവരുടെ വായ കൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശം കെടുത്തിക്കളയാമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അള്ളാഹു ആകട്ടെ തന്റെ പ്രകാശം പൂർണ്ണമാക്കാതെ സമ്മതിക്കയില്ല. സത്യനിഷ്ഠകൾ അത് എത്ര അനിഷ്ടകരമായാലും. അതായത് ക്രിസ്തീയ സമൂഹത്തിന് പൊതുവെ ഒരു ആചാരമുണ്ട്, മെഴുകുതിരി ഊതിയിട്ട് കിടത്താൻ എന്ന് പറഞ്ഞത്. അവരെ പല പല ആചാരങ്ങൾ അത് നമുക്ക് കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഖുർആന്, അള്ളാഹുവിന്റെ മതം പറഞ്ഞ് കത്തിച്ചൊലിക്കുന്ന സൂര്യപ്രകാശം പോലെ സഹോദരന്മാരെ. നിങ്ങൾ നോക്കൊരു സൂര്യപ്രകാശം, നെട്ടിത്തിളങ്ങുന്ന സൂര്യപ്രകാശം എന്ന മെഴുകുതിരിന്റെ വെളിച്ചത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? അപ്പം ഈ മെഴുകുതിരി ഊതിക്കെടുത്തുന്ന പോലെ അവര് വിചാരിക്കുന്ന ഈ ഇസ്ലാം മതത്തിനെ ഊതിക്കെടുത്താമെന്ന് അവർ പറയാതെ തെറ്റിച്ചു പാവങ്ങള്. അള്ളാഹ് പറഞ്ഞത് അള്ളാഹു നൂറുസ്സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ പ്രകാശമായ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രകാശമായ പ്രവാചകനിലൂടെ നമ്മൾക്ക് എത്തിച്ചു തന്നെ പ്രകാശപൂരിതമായ ഇസ്ലാം മതം. അത് തീർച്ചയായിട്ടും അത് പൂർണ്ണതയിലേക്ക് എത്തിക്കും. ഓരോ കാലഘട്ടം അത് കെട്ടുപോകും ഇസ്ലാമിക ശത്രുക്കൾ എല്ലാവരും ഒരുമിച്ച് കൂടി കഴിഞ്ഞത്തേക്ക് വിശ്വസിക്കുക പിന്നെയും വരും. എങ്ങനെയാണോ September 11 നമ്മൾക്ക് വേൾഡ് ട്രേഡ് സെന്റർ അറ്റാക്ക് അതാ സംഭവിച്ചു. ഒരു വലിയ മുസ്ലിം പേരുള്ള ഏതൊക്കെയോ തീവ്രവാദികൾ അത് അടിച്ച് തകർത്തുമെന്ന് പറഞ്ഞ് എന്തൊക്കെയോ ചെയ്ത് കാട്ടിക്കൂട്ടി. എന്ത് സംഭവിച്ചു? അതിനുശേഷം അതാ എല്ലാ അമേരിക്കയിലും പാശ്ചാത്യ നാടുകളിലെ ഇസ്ലാമിനെ പറ്റി പഠിച്ചു തുടങ്ങി. അവർക്ക് സ്വതന്ത്രമായ ബുദ്ധി ഉപയോഗിച്ച് പഠിച്ചു തുടങ്ങിയപ്പോൾ മുസ്ലിങ്ങളുടെ എണ്ണം കൂടി ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയനായി UK-ലും പലയിടത്തും ചർച്ചുകളൊക്കെ പൂട്ടിത്തുടങ്ങിയ സഹോദരന്മാരെ. നല്ലോണം ചിന്തിക്കുക. സത്യനിഷേധികൾക്ക് എത്ര അനിഷ്ടപ്പെട്ടൊരു ഇഷ്ടമില്ലെങ്കിൽ ഒരു കാര്യമില്ല. നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കി, നിങ്ങൾക്ക് ഇഹലോകം കിട്ടും, പരലോകം കിട്ടും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാ, അവനാണ് സന്മാർഗവും സത്യമതുമായി തന്റെ ദൂതനെ അയച്ചവൻ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചത് സന്മാർഗവുമാണ് സത്യമതുമാണ്. എല്ലാ മതത്തെയും അത് അതിജയിക്കുന്നതാകാൻ വേണ്ടി. ബഹുദൈവ വിശ്വാസികൾക്ക് അത് അനിഷ്ടകരമായാലും ശരി എന്ന് ചിന്തിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അഹ്ലുൽ കിതാബിനെ പറ്റി പറഞ്ഞ് മെല്ലെ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹ് പറഞ്ഞു, ബഹുദൈവ വിശ്വാസികൾക്ക് പോലും, അവർക്ക് ശിർക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് പോലും ഇസ്ലാമിനോട് ശത്രുത, വെറുപ്പ്, ഇസ്ലാമോഫോബിയ എന്തൊക്കെ ഹൃദയത്തിൽ കൊണ്ട് നടന്നോ, എന്തൊക്കെ കുത്തിപ്പഴിപ്പിച്ച് മീഡിയയിലോട്ട് പ്രചരിപ്പിച്ചോ, അവസാനത്തെ വിജയം അള്ളാഹുവിന്റെ മതത്തിന് തന്നെയായിരിക്കും സഹോദരന്മാരെ. അള്ളാഹ് എന്ത് മനോഹരമായിട്ടാണ് ഇങ്ങനെ ഒഴുക്കിനാണ് സഹോദരന്മാരെ ഖുർആനിന്റെ ഓരോരോ ആയത്ത് മുന്നോട്ട് പോകുന്നത്. ജൂത ക്രിസ്ത്യാനിയെ പറ്റി പറഞ്ഞു, അവരെ മതപുരോഹിതന്മാരെ പറ്റി പറഞ്ഞു, അവരെ ഉള്ളിലുള്ള ആഗ്രഹം, വെളിച്ചം ഊതിക്കടത്തണം എന്നുള്ള ആഗ്രഹം പറഞ്ഞിട്ട് അള്ളവനൊന്നും സാധിക്കാൻ പോകുന്നില്ല. അവസാനം അള്ള ബഹുദൈവ വിശ്വാസത്തിൽ എത്തിയിട്ട് അടുത്ത നോക്ക്, സത്യവിശ്വാസികളെ ചിന്തിക്കണേ. സത്യവിശ്വാസികൾ വലിയ പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട ധാരാളം പേർ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുകയും ഇനി ഇവിടെ എത്തി നമ്മളെ സമൂഹം, മുസ്ലിം സമൂഹത്തിലേക്ക് എത്തി. നമ്മളെ സത്യവിശ്വാസികളാണെന്ന് അവകാശമുണ്ടോ സഹോദരന്മാരെ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കണം, ഈ ആയത്ത് ഗൗരവത്തോടെ എടുക്കണം. നമ്മളെ സത്യവിശ്വാസികൾ അല്ല എന്ന് പറഞ്ഞാൽ പിന്നെ തീർന്നു, പിന്നെ കുഴപ്പമില്ല, പിന്നെ അവനവന് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം.
അതിൽ ധാരാളം ധാരാളം പണ്ഡിത പുരോഹിതന്മാർ ജനങ്ങളുടെ ധനം അന്യായി തിന്നുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരെ തടയുകയും ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്, എന്തൊരു സത്യമാ അള്ളാഹ് പറഞ്ഞത്. അള്ളാഹു വേറെ ഖുറാനിൽ വേറെ ഡോക്ടർമാരെ പറ്റിയോ അല്ലെങ്കിൽ ബിസിനസ്സുകാരെ പറ്റിയിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു വിഭാഗത്തെ പറ്റി ഇങ്ങനെ അടിച്ചാക്ഷേപിച്ചിട്ടില്ല. പണ്ഡിതൻ ധാരാളം സമ്പത്ത് തിന്നുന്ന സഹോദരന്മാരെ അന്യായിട്ട് അള്ളാഹു ഫ്രീ ആയിട്ടുള്ള ഹിദായത്ത് കിട്ടിയത്. ഈ പണ്ഡിത പുരോഹിതന്മാർക്ക് എന്ത് അധ്വാനിച്ച് രാവിലെ പോയിട്ട് ജിമ്മിൽ പോയിട്ട് ഒരു എല്ലാ ദിവസവും ജിമ്മിൽ പോയിട്ട് കിട്ടിയതാണോ? അല്ല, അള്ളാഹു നമുക്കൊക്കെ ഫ്രീ ആയിട്ട് ഹിദായത്ത് ഇട്ട് തന്ന്. ഈ ഫ്രീ ആയിട്ട് ഹിദായത്ത് ഇട്ട് തന്നിട്ട് അതിന്റെ പേരിൽ ചൂഷണം ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന പറഞ്ഞ അബദ്ധം നോക്ക് നിങ്ങൾ. കൃത്യമായിട്ട് ഖുർആൻ മനസ്സിലാക്കിയിട്ട് ഷിർക്ക് പ്രചരിപ്പിച്ചിട്ട് ഷിർക്കിലൂടെ വിദേഹത്തിലൂടെ കാശുണ്ടാക്കുന്ന പണ്ഡിതന്മാരുടെ അന്ത്യം നിങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്ക്. നരകിച്ചിട്ടേ പോകുന്നുള്ള സഹോദരന്മാര് പലരും നരകിച്ച് ആയുസ് നീട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിക്കണ്ട. ആയുസ് നീട്ടിയിട്ട് കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ അനുഗ്രഹമായിട്ട് ദയവ് ചെയ്ത് കരുതല്ലേ. എത്രയോ പഠിച്ച ഹിഫ്ള് അങ്ങ് മറപ്പിച്ചിട്ട് കിടപ്പിലാക്കിയിട്ടേ കൊണ്ടുപോകുന്നുള്ളൂ. ഒരു സുജൂദ് ചെയ്യാൻ പറ്റാതെയാണ് കിടപ്പിലായിട്ട് പോകുന്നുള്ളൂ പലർ. എന്തുകൊണ്ട് സഹോദരന്മാരെ? അള്ളാഹുവിന്റെ മതം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അവര് തുച്ഛമായ സമ്പത്തിന് വേണ്ടി എങ്ങനെയാണോ ജൂത ക്രിസ്തീയ പുരോഹിതന്മാർ, അതേപോലെ തന്നെ മുസ്ലിം സമൂഹത്തിന്റെ പണ്ഡിതന്മാരും മാറി തീർന്നു സഹോദരന്മാർ. ആഴത്തിൽ ചിന്തിക്കേണ്ട വലിയ വിഷയ. സ്വർണവും വെള്ളിയും നിക്ഷേപികമാക്കി വയ്ക്കും, അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കാതിരിക്കും ചെയ്യുന്നവരും അവർക്ക് വേദനയേറെ ശിക്ഷയെ പറ്റി സന്തോഷ വാർത്ത അറിയിക്കുക. ഇവിടെ സ്വർണവും വെള്ളിയും സൂക്ഷിച്ചു വെക്കുക. ഇതിനർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്, തഫ്സീറുകളൊക്കെ കാണുന്നത് സ്വർണം വെള്ളിയൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന പറയുന്നത് കാശുണ്ടായിട്ട് കൃത്യമായിട്ട് സക്കാത്ത് കൊടുക്കാത്തവർ അവർ നല്ലോണം ശ്രദ്ധിച്ചോ. ഇതേ സ്വർണം വെള്ളി തന്നെ ഉരുകിയിട്ട് അതിൽ കത്തിയെരിയേണ്ട ഒരു ദിവസം വരുവേ. വലിയ അപകട. സഹോദരന്മാർ ആർക്കും അറിയാത്തത് സക്കാത്ത് നമ്മൾ ഫർളാണ്. ആർക്കും അറിയാത്തത് മുസ്ലിങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യമില്ലേ? നമസ്കരിക്കണം, 2% സക്കാത്ത് കൊടുക്കണം, നോമ്പ് നോക്കണം, ഹജ്ജ് ചെയ്യണം. ഇസ്ലാം കാര്യം ഇതാണ്. എന്നിട്ട് പോലും കാശുണ്ടായിട്ടിട്ട് നമ്മൾ സക്കാത്ത് കൊടുക്കാത്തവർ നല്ലോണം ശ്രദ്ധിച്ചോ. അത് നിഷിദ്ധമായ സമ്പത്താണ്. ആ സമ്പത്തിലൂടെ തിന്നുന്നില്ലിട്ട് പിന്നെ അവസാനം ക്യാൻസർ വന്നിട്ട് ഖേദിച്ചിട്ട് കാര്യമില്ല. ആ സമ്പത്തിലൂടെ മക്കളെ വളർത്തിട്ട് മക്കൾ ദുഷിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ലോണം ചിന്തിച്ചോ. നമുക്ക് ബാങ്ക് അക്കൗണ്ട് ലോക്കറിലൊക്കെ കണ്ടമാനം പൊന്ന് കുന്നു കൂടിയിട്ട് നമ്മൾ നേരെ തെറ്റിയിരിക്കരുത്. പെട്ടെന്നൊരു മരണം സംഭവിക്കും, ദുഃഖിതരായി ഖേദിച്ചങ്ങ് പോകേണ്ടി വരും. ഇതിലൂടെ എന്നെ കത്തിരി നരകത്തിലിരുന്ന് പറ്റും. അള്ളാഹു പറഞ്ഞ നരകാഗ്നിയിൽ വെച്ച് അവ ചുട്ടു പഴുപ്പിപ്പിടിയും. എന്നിട്ട് അതുകൊണ്ട് അവരുടെ നെറ്റികളിലും പാർശ്വങ്ങളിലും മുതുകളിലും ചൂടുവെക്കപ്പെടും ചെയ്യുന്ന ദിവസം അവരോട് പറയപ്പെടും, നിങ്ങൾക്ക് വേണ്ടി തന്നെ നിക്ഷേപിച്ചു വെച്ചുകൊണ്ടാണിത്. അതിനാൽ നിങ്ങൾ നിക്ഷേപിച്ചു വെച്ചിരുന്ന് നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. അള്ളാഹു കാത്ത് രക്ഷിക്കണേ റഹ്മാൻ റബ്ബേ. ആസ്വദിച്ചു കൊള്ളുക എന്ന് പറയുന്ന സഹോദരന്മാരെ എന്താ സംഭവിക്കുന്നത്? ദുനിയാവിൽ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താ ആസ്വാദനം ഉണ്ട്. നമ്മൾ പലിശ തിന്നുമ്പോൾ നമുക്ക് ഒരു ലക്ഷമുള്ളത് 2 ലക്ഷമായി കിട്ടും 3-5 കൊല്ലത്തിൽ. എത്രയാ ബാങ്ക് അക്കൗണ്ട്, മരിക്കും എത്രയാ 50 ലക്ഷം 100 ലക്ഷം 1 കോടി. ഇതിലിങ്ങനെ ആസ്വദിച്ചിരിക്കുക. ഞാൻ സക്കാത്ത് കൊടുക്കാതെ അക്കൗണ്ടിൽ എത്രയാ, ലോക്കറിൽ എത്രയാ പൊന്ന് വെച്ചിരിക്കുന്നത്. അതൊന്ന് എടുക്കെടുക്ക് തുറന്നു നോക്കിയിട്ട് എത്ര പവനുണ്ട്? 100-200 പവൻ. അതെ, ആസ്വാദനം, താത്കാലികമായ ആസ്വാദനത്തിലോ സഹോദരന്മാർ. യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്ക്. ലോക്കറിൽ വെക്കുന്ന പൊന്ന് നമ്മൾ ഉപയോഗിക്കുന്നില്ല, അങ്ങ് വേസ്റ്റാണ് അവിടെ വെച്ചിരിക്കുക. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ സക്കാത്ത് കൊടുത്ത് വീട്ടിൽ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹ് ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് അള്ളാഹ് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് 100 രൂപ ഉള്ളപ്പോൾ 2 രൂപ കൊടുത്തോടെ, 1000 ഇപ്പോൾ 25 കൊടുത്തോടെ, 10,000 രൂപ 2500 കൊടുത്തോടെ, 250 കൊടുത്തോടെ. ആലോചിച്ച് സഹോദരന്മാരെ, 100-ൽ 2.5 പോലും കൊടുക്കാൻ നമ്മൾക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ എന്ത് മുസ്ലിങ്ങളാ സഹോദരന്മാരെ? നല്ലോണം ചിന്തിച്ചോ. ഈ സമ്പത്ത് വരുന്നത് തന്നെ അള്ളാഹു പണ്ഡിത പുരോഹിതന്മാരുടെ തൊട്ടടുത്ത ആയത്തുകളിലൂടെയാണ് വരുന്നത് സഹോദരന്മാരെ. എന്തുകൊണ്ടാ? സമ്പത്താണ് സഹോദരന്മാരെ. സമ്പത്ത് നടുവിൽ വന്നാൽ ദീന് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. എല്ലാ സാമ്പത്തിക വിശുദ്ധി നിങ്ങൾ കാത്തു സൂക്ഷിച്ചു നോക്ക്. 100% നിങ്ങൾക്ക് ഉറപ്പിട്ട് സ്ത്രീധനമില്ല, പലിശയില്ല, കൈക്കൂലില്ല, ബ്ലാക്ക് മണി ഇല്ല, അന്യരുടെ മുതലൊന്നുമില്ല. നിങ്ങൾ 5 തന്നെ കൃത്യമായി നമസ്കരിക്കേണ്ടത്. എന്നിട്ടൊന്നും കൂടി ഖുർആന്റെ തഫ്സീർ വായിച്ചു നോക്കുക. അള്ളാഹുവാണ് സത്യം. ഇപ്പൊ കത്തിജ്വലിക്കുന്ന പ്രകാശമായ ഖുർആൻ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഹൃദയം പ്രകാശിക്കും സഹോദരന്മാരെ. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഹൃദയം പ്രകാശിക്കുമ്പോൾ എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ അയൽവാസികൾ, എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ പൊതുജനം എല്ലാവർക്കും ആ പ്രകാശത്തിൻ്റെ വെളിച്ചം മെല്ലനെ എല്ലാവർക്കും പകർന്നു നൽകാൻ പറ്റും സഹോദരന്മാരെ. അതിനാദ്യം ആര് മാറണം? ഞാൻ മാറണം, നിങ്ങൾ മാറണം.
അള്ളാഹു നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കണേ റഹ്മാൻ റബ്ബെ. എല്ലാ തെറ്റുകുറ്റൊന്നും വിട്ടു നിൽക്കാൻ ഈമാനികമായി കരുത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ റബ്ബെ. ഖുർആൻ എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു വലിയൊരു വസന്തം, ഒരു പ്രകാശമാക്കി മാറ്റി. ആ പ്രകാശത്തിൽ തന്നെ ജീവിതം ഉടനീളം മരണം വരെ ജീവിക്കാനുള്ള വലിയ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ. നാളൊരു പ്രകാശമായിട്ടൊരു ഷഫാത്തായിട്ട് ഖുർആൻ വന്ന് നമ്മളെല്ലാവരും ഒരു വിചാരണ ഇല്ലാത്തന്നെ നമ്മളെല്ലാവരും കുടുംബസമേതം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ റബ്ബേ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.